അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം രാവിലെ തന്നെ നമ്മുടെ തുടരും എന്ന ചിത്രം 20ാമത്തെ ദിവസം എന്ത് കളക്ട് ചെയ്തു എന്നറിയാൻ വേണ്ടി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണോ? കാത്തിരിക്കുമെന്നുണ്ടാകാമല്ലേ. ഏതായാലും തുടരും എന്ന ചിത്രം ഇന്നലെ നേടിയത് 1,81,00,000 രൂപയാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അങ്ങനെ 102 കോടിയിലേക്ക് മുകളിലേക്ക് കേരള കളക്ഷൻ കടന്നിരിക്കുന്നു. നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ്. 100 കോടി കടന്നു കേരളത്തിൽ നിന്ന്. ഇപ്പം 102 കോടിക്ക് മുകളിലേക്ക് കേരളത്തിൽ നിന്ന് തുടരും എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ കടന്നിരിക്കുന്നു എന്നാണ് ഇന്നലത്തെ കളക്ഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ വേൾഡ് വൈഡായിട്ട് 210 കോടി 75 ലക്ഷമാണ്. പക്ഷേ ഇന്ത്യ ഗ്രൂപ്പ് മാത്രമേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ എന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. ഓവർസീസ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ 2 ദിവസമായിട്ട് വരുന്നില്ല. 90 കോടി 15 ലക്ഷമാണ് അത് ഇപ്പോഴും കാണിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് 120 കോടി 60 ലക്ഷമായിരുന്നു. അങ്ങനെയാണ് 210 കോടി 75 ലക്ഷം വന്നിരിക്കുന്നത്. ഒരു പക്ഷേ 215-216 കോടിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ അല്പസമയത്തിനുള്ളിൽ ഇതിൻ്റെ വേൾഡ് വൈഡ് കളക്ഷനൊക്കെ എത്തും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ചിത്രം ഓട്ടം കൂടുന്തോറും ദിവസം കൂടുന്തോറും അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം കിട്ടണമെന്നില്ല. ചിലപ്പം ഒരാഴ്ച പിന്നിട്ട് എല്ലാം കൂടെ ഒന്നിച്ചായിരിക്കാൻ വരുന്നത്. അപ്പോൾ ഈ ആഴ്ച കൊണ്ട് തന്നെ ഇതൊരു 225 കോടി കടക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ യാതൊരുവിധ കോട്ടവും തട്ടിയിട്ടില്ലല്ലേ. ചെറിയ ഇടിവ് നേരിട്ടെങ്കിലും കേരളത്തിൽ ഇപ്പോഴും 1,81,00,000 രൂപ നേടുന്നുണ്ട്. 20ാമത്തെ ദിവസവും റിലീഫ് ചെയ്ത പല ചിത്രങ്ങൾക്കും കഴിയാത്തതാണ് തുടരും എന്ന ചിത്രം നേടുന്നത്. അപ്പം തുടർന്നുള്ള വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്കിടാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ചിത്രം പ്രശാന്തി ഫാമിലി ചിത്രം മനു ഫരാജ് സംവിധാനം ചെയ്ത ദിലീപിൻ്റെ തിരിച്ചുവരവെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചിത്രം പലരും പല കളക്ഷൻ പറയുന്നത് കേട്ടു. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞപ്പം ചിലവർ കൂട്ടി പറയുന്നത് കേട്ടു, ചിലവർ കുറച്ച് പറയുന്നത് കേട്ടു. അപ്പം നമുക്ക് ഫാക്നിക്കിൻ്റെ ട്രേഡർമാർ തരുന്ന കണക്കും പ്രകാരമാണ് നമ്മൾ പറയുന്നത്. അതും പ്രകാരം ഇന്നലെ 1,02,00,000 രൂപ ഇത് കളക്ട് ചെയ്തതായിട്ടാണ് പറയുന്നത്. അപ്പം ആദ്യത്തെ ദിനം 90 ലക്ഷമാണ്, രണ്ടാമത്തെ ദിനം 1,05,00,000, മൂന്നാമത്തെ ദിവസം 1,72,00,000, നാലാമത്തെ ദിവസം 1,25,00,000, അഞ്ചാമത്തെ ദിവസം 1,15,00,000, ആറാമത്തെ ദിവസം 1,02,00,000. അങ്ങനെ 7,09,00,000 നേടി എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അത് ചിലപ്പം കുറയാം കൂടാം. അപ്പം ഇന്ത്യ ഗ്രോഫായിട്ട് ചിത്രം കാണിക്കുന്നത് 8 കോടി രൂപയാണ്. അതുപോലെ വേൾഡ് വൈഡായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 11 കോടി രൂപയൊക്കെ പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരാത്തതാണ് ഈ കൺഫ്യൂഷൻ അടിക്കുന്നത്. ഏതായാലും ദിലീപിൻ്റെ ചിത്രത്തെ മനഃപൂർവ്വം പരാജയപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല. അതുപോലെ ഇത് കൂട്ടി പറയാനും എനിക്ക് ആഗ്രഹമില്ല. നമ്മൾ കൂട്ടി പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഒരു ചിത്രം വിജയിക്കണമെങ്കിൽ അതിൻ്റെ മുടക്ക് മുതലിൻ്റെ ഇരട്ടിയെങ്കിലും തിരിച്ചു കിട്ടിയാൽ മാത്രമേ വിജയിക്കത്തുള്ളൂ. ഏകദേശം 10 കോടി 12 കോടി റേഞ്ചിൽ തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നു. അപ്പം ചിലവർ പറയുന്നത് കേട്ട് 8 കോടിയാണ്. വളരെ നല്ലത്. അപ്പം മറ്റു ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, ഈ ചിത്രം വിജയിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയുക വയ്യ. പുതിയ ചിത്രങ്ങൾ റിലീഫാകുമ്പോൾ ഒരുപക്ഷെ കളക്ഷൻ വളരെ അധികം കുറയാനും സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പുണ്ട്, കഴിഞ്ഞകാല ദിലീപ് ചിത്രങ്ങളെ അപേക്ഷിച്ച് മികച്ച പ്രതികരണം തന്നെ തിയേറ്ററിൽ നേടുന്നുണ്ട് ഈ ചിത്രം. ഇത് നമ്മളെപ്പോഴും പറയുന്ന പോലെ തുടരും എന്ന ചിത്രം തിയേറ്ററിൽ നിൽക്കുന്നത് ഈ പുതിയ ചിത്രങ്ങൾക്കെല്ലാം ഒരു ഭീഷണിയായിട്ട് മാറിയിട്ടുമുണ്ട്. അപ്പോൾ അടുത്ത ചിത്രമാണ് പടക്കളം. പടക്കളം എന്ന് പറയുന്ന ചിത്രം സുരാജ് വെഞ്ഞാറുമൂളും ഷറഫുദ്ദീനും ഒക്കെ തകർത്താടിയ ചിത്രം. പടക്കളം എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ളൊരു പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ആദ്യ ദിനം 24 ലക്ഷത്തിൽ തുടങ്ങിയ ഈ ചിത്രം 68 ലക്ഷത്തിൽ ചെന്ന് നിൽക്കുന്നു. അത് തന്നെ വലിയൊരു രണ്ടാമത്തെ ദിവസം 71 ലക്ഷമായിരുന്നു. ഇപ്പം 68 ലക്ഷത്തിൽ വന്ന് നിൽക്കുന്നു. ഇപ്പം വർക്കിൻ്റെ ഈ പൊതുവെ ഇങ്ങനെയുള്ള കളക്ഷൻ പ്രതീക്ഷിച്ചാൽ മതി. അപ്പം ടോട്ടലായിട്ട് ഈ ചിത്രം 4,68,00,000 കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നു. ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് 5,25,00,000 വേൾഡ് വൈഡായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 6 കോടി 6.5 കോടി റേഞ്ചിലേക്ക് ഈ ചിത്രം എത്തിക്കാണും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു ചിത്രം സർക്കിട്ട് പ്രേക്ഷക അഭിപ്രായമൊക്കെ നേടിയ ചിത്രമായിരുന്നു.
പക്ഷേ തിയേറ്ററിൽ തികഞ്ഞ പരാജയമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ആസിഫ് അലിയുടെ 2 ചിത്രങ്ങൾ, മെഗാ ഹിറ്റായ 2 ചിത്രങ്ങൾ, കിഷ്കിന്ധകാണ്ഡവും രേഖാചിത്രത്തിന് ശേഷം വന്ന സർക്കിട്ടിനെ പ്രേക്ഷകർ വളരെയധികം പ്രതീക്ഷയോടെ നോക്കിക്കണ്ട ചിത്രമായിരുന്നു. പക്ഷേ പ്രേക്ഷക പ്രതികരണമൊക്കെ നല്ലത് തന്നെയായിരുന്നു. പക്ഷേ ഈ ചിത്രത്തിൻ്റെ ഇന്നത്തെ ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് 11 ലക്ഷം രൂപയുമാണ്. അതിന് കഴിഞ്ഞ ദിവസത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ 15 ലക്ഷം രൂപയുണ്ടായിരുന്നത് 11 ലക്ഷം രൂപയിലേക്ക് വന്നിരിക്കുന്നു. അത് തിയേറ്ററിൽ തികഞ്ഞ ഒരു പരാജയ ചിത്രമായി മാറുന്നു. അങ്ങനെ 1,99,00,000 കേരളത്തിൽ കളക്ഷൻ. ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് 2,22,00,000. എനിക്ക് തോന്നുന്നു വേൾഡ് വൈഡായിട്ട് ഒരു 3-3.5 കോടിയെങ്കിലും പ്രതീക്ഷിക്കാവുന്ന ചിത്രമായിട്ട് സർക്കിട്ട് മാറിയിരിക്കുന്നു. അങ്ങനെയാണ് പുതിയ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ. ഇതിനകത്ത് വേറെ രസകരമായ സംഭവമുണ്ട്. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം എനിക്ക് തിയേറ്ററിൽ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ റിവ്യൂ പറഞ്ഞത് അങ്ങനെയാണ്. പക്ഷേ ആ ചിത്രമാണ് മുൻപന്തിയിൽ പുതിയ ചിത്രങ്ങളിൽ നിൽക്കുന്നത്. സർക്കിട്ട് എന്ന് പറയുന്ന ചിത്രമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം. പക്ഷേ തികഞ്ഞ പരാജയമാകുന്നത് ആ ചിത്രമാണ്. എന്താ പറയുക അല്ലേ, നമ്മളെയൊക്കെ റിവ്യൂ എന്തിരിക്കുന്നില്ലേ. അപ്പം ഞാൻ പറയുന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ഇപ്പം ഞാൻ പറഞ്ഞാലും മറ്റു റിവ്യൂവർമാരൊക്കെ പറഞ്ഞാലും അവരുടെ അഭിപ്രായമാണ് പറയുന്നത്. അതൊന്നും ചിത്രത്തെ ബാധിക്കത്തേ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഏത് ചിത്രം വിജയിക്കേണ്ട എന്നൊക്കെ. ജനങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ജനങ്ങളുടെ ചില കാര്യങ്ങളുണ്ട്, ചില ചിത്രങ്ങൾക്കൊന്നും കഥയോ ഒന്നും തന്നെ കാണത്തില്ല, പക്ഷേ അത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ ചേരുവകൾ അതിനകത്ത് കാണും. അതുകൊണ്ടാണ് അവരിഷ്ടപ്പെടുന്നത്. അവർ ചുമ്മാതൊരു പടത്തിനെ ഇഷ്ടപ്പെടുത്തുമൊന്നുമില്ല. അപ്പം ചിത്രങ്ങളുടെയൊക്കെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പം തുടരും വിശേഷങ്ങൾ, പ്രിൻസ്, പുതിയ ചിത്രങ്ങളിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ വീഡിയോ ആയിട്ടെത്തും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേരുന്നു. ഓക്കെ, ബൈ.